നാളെ ഞങ്ങൾ കുഞ്ഞിനെ അവിടെ കൊണ്ടുവിട്ടിട്ട് നേരെ ഫിനാൻസിയേഴ്സിലേക്ക് പോകുന്നത്. ഇനിയിപ്പോ കൂടുതൽ സമയം നിന്റെ അടുത്തായിരിക്കും കുഞ്ഞ്. ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പാകത്തിന് കിടത്തി തന്നാ മതി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മുടെ ലേഖനെയും അനന്തുവിനെയും കുഞ്ഞിനെയൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ണനൊപ്പം കുഞ്ഞ് കളിക്കുന്നതും കിടക്കുന്നതൊക്കെ. ശേഷം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ലേഖയുടെ അടുത്ത് പറയുന്നുണ്ട്, നാളെ ഞങ്ങൾ രാവിലെ കുഞ്ഞിനെ അങ്ങോട്ട് ഏൽപ്പിക്കും, പിന്നെ വൈകുന്നേരം ഞങ്ങൾ കുഞ്ഞിനെ തിരികെ മേടിക്കത്തുള്ളൂ. ഇനി മുതൽ നീയായിരിക്കും കൂടുതൽ സമയവും കുഞ്ഞിനെ നോക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ ലേഖനോട് പറയുന്നുണ്ടേ. അപ്പൊ ലേഖ ഭയങ്കര സന്തോഷിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പുറത്താണെങ്കിലോ നമ്മുടെ പ്രതാപൻ ജാനവനെ കണ്ട് വന്ന് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ആ കുഞ്ഞിനെ ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ തട്ടിക്കൊണ്ടു പോകാൻ പാകത്തിന് എവിടെയെങ്കിലും ഒന്ന് മാറ്റി കിടത്തണം, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ ലേഖയുടെ വീട്ടിലായിരിക്കുമ്പോൾ കുഞ്ഞിനെ ഇവര് കൊണ്ടുപോയി ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ പാകത്തിന് പുറത്തു കൊണ്ടുപോയി കിടത്തുന്നു. ശേഷം ഒരാള് ഗേറ്റ് തുറന്നു വന്ന് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാരണം ലേഖയുടെ വീട്ടിൽ നിന്നാണ് കുഞ്ഞ് പോകുന്നത്. അപ്പൊ ലേഖയും നമ്മുടെ മഹാലക്ഷ്മിയും തമ്മിൽ ഇനിയൊരു വാക്ക് തർക്കമൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം അല്ലെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.